കേരളത്തെ നിരാശപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലസ്ഥാന സന്ദർശനം. അതിവേഗ റെയിൽപാത അടക്കമുള്ള പദ്ധതികളുടെ പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒന്നും തന്നെ ഉണ്ടായില്ല. എന്നാൽ BJP പ്രവർത്തകരെ ആവേശത്തിലാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് മോദി തുടക്കം കുറിക്കുകയും ചെയ്തു. അടുത്ത ആഴ്ച അവതരിപ്പിക്കാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ എന്തെങ്കിലും പദ്ധതികൾ സംസ്ഥാനത്തിനായി പ്രഖ്യാപിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഹാൻസ് ജോൺ ചേരുന്നുണ്ട് ഈ ന്യൂസ് ആംഗിളുമായി. ഹാൻസ്, ഗുഡ് മോർണിംഗ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ തലസ്ഥാനത്തിന് വേണ്ടി ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. ഒരു ബ്ലൂ പ്രിൻ്റ് അവതരിപ്പിക്കും തലസ്ഥാന വികസനത്തിൻ്റെ എന്നായിരുന്നു BJP തന്നെ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ ആദ്യ ദിവസം അദ്ദേഹത്തിൻ്റെ വരവ് വലിയ ആവേശം ഉണ്ടാക്കിയെങ്കിലും രണ്ടാം ദിനത്തിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനമോ നമ്മളത് വിലയിരുത്തുമ്പോൾ വലിയ ആവേശത്തിന് വകയില്ല എന്ന് നമ്മളും പൊതുവെ BJP പ്രവർത്തകരും ഒക്കെ കരുതുന്ന ഒരു സാഹചര്യമാണോ? ഹർഷൻ, ഗുഡ് മോർണിംഗ്. ഹർഷൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ അതിവേഗ റെയിൽപാത, ഒപ്പം തന്നെ തിരുവനന്തപുരത്തിന് വരാനിരിക്കുന്ന ലൈറ്റ് മെട്രോ എന്നടക്കമുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. ഒപ്പം തന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള വികസന നയരേഖ പ്രധാനമന്ത്രി ഈ വേദിയിൽ പ്രഖ്യാപിക്കും എന്നായിരുന്നു ആദ്യ ഘട്ടങ്ങളിൽ BJP വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ അതൊന്നും തന്നെ ഉണ്ടായില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ അങ്ങോട്ടാണ് വികസന രേഖയുടെ ഒരു പതിപ്പ് പ്രധാനമന്ത്രിക്ക് നൽകിയത്. അപ്പം തന്നെ ഇന്നലെ 2 പരിപാടികളാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത്. ആദ്യം പങ്കെടുത്തത് റെയിൽവേയുടെ പരിപാടിയിലായിരുന്നു. പക്ഷേ ആ പരിപാടിയിൽ വെച്ച് വളരെ കുറച്ച് സമയം മാത്രമാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. അപ്പോൾ തന്നെ അവിടെ വെച്ച് അദ്ദേഹം ഒരു സസ്പെൻസ് നിലനിർത്തി. അധിക നേരം അവിടെ വെച്ച് സംസാരിക്കാതെ ഇനി മറ്റു കാര്യങ്ങൾ പാർട്ടി വേദിയിൽ പറയാം, മാധ്യമങ്ങൾക്കടക്കം താൻ പാർട്ടി വേദിയിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിരിക്കും താല്പര്യം എന്നുള്ളൊരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം BJPയുടെ പ്രധാന പരിപാടിയിലേക്ക് അല്ലെങ്കിൽ പാർട്ടി പരിപാടി വേദിയിലേക്ക് വരുന്നത്. അവിടെ വെച്ച് ഏകദേശം 1.5 മണിക്കൂറിനടുത്ത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. പക്ഷേ ആ പ്രസംഗത്തിൽ ഒരു സ്ഥലത്ത് പോലും കേരളവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പക്ഷേ BJPയെയും പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നീക്കങ്ങളെ നമുക്കങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് 5 ഇടങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത്. കേരളം അടക്കം 4 സംസ്ഥാനങ്ങളിലും ഒപ്പം ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലും. അപ്പോൾ തലസ്ഥാനത്തുണ്ടാകാതിരുന്ന പദ്ധതി പ്രഖ്യാപനങ്ങൾ അടുത്ത ആഴ്ച അഥവാ ഫെബ്രുവരി 1 പ്രഖ്യാപിക്കാനിരിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി പദ്ധതികൾ കേരളത്തിന് വരാനുണ്ട്. അതിൽ ഒന്ന് തന്നെയാണ് ഈ അതിവേഗ റെയിൽപാത, ശബരിമല റെയിൽപാത, ഒപ്പം തന്നെ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ്, ഏറ്റവും പ്രധാനപ്പെട്ടത് എയിംസ്, കൂടാതെ ഈ പറഞ്ഞതുപോലെ തന്നെ ലൈറ്റ് മെട്രോ. ഈ ഏതെങ്കിലും പദ്ധതികൾ ഇനി കേന്ദ്ര ബഡ്ജറ്റിൽ BJP സർക്കാർ അവതരിപ്പിക്കുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതി പ്രഖ്യാപനം ഉണ്ടായാൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണത്തിന് വലിയ ഒരു ശക്തി BJP നേതൃത്വത്തിന് പകരും. ഒപ്പം തന്നെ ഫെബ്രുവരിയിൽ ഈ പദ്ധതി പ്രഖ്യാപനം ഉണ്ടായാൽ വെറും 2 മാസം മാത്രമാണ് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉണ്ടാവുക. അപ്പോൾ വലിയ രീതിയിലുള്ള ഗുണം BJPക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ അതേസമയം നരേന്ദ്രമോദിയുടെ വരവ് BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, സംസ്ഥാനത്തെയും തലസ്ഥാനത്തെയും BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമാണ് നൽകിയത്. കാരണം കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ സംസ്ഥാന സർക്കാരിനെയും ഒപ്പം UDFനെയും വലിയ രീതിയിൽ കടന്നാക്രമിക്കുന്ന പ്രധാനമന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഗുജറാത്തിൽ എങ്ങനെയാണ് BJP ഭരണം പിടിച്ചത്? 1987 അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് പിന്നെ ഇങ്ങോട്ടുള്ള BJPയുടെ തേരോട്ടം ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്നാണ് തുടങ്ങിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തന്നെ ആരംഭിച്ചത്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 പാർട്ടികളെയും കടന്നാക്രമിച്ചു. ത്രിപുരയിലും ബംഗാളിലും ഇടതുപക്ഷം എങ്ങനെയാണ് ഇല്ലാതായത് എന്നുള്ള കാര്യം പ്രധാനമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ UDFനെ MMC എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. മാവോയിസ്റ്റ് മുസ്ലിം ലീഗ് കോൺഗ്രസ്സായി UDF മാറി, അല്ലെങ്കിൽ കോൺഗ്രസ് മാറി എന്നുള്ള ഒരു പ്രചരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും തലസ്ഥാനത്ത് ജനങ്ങളെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ജനങ്ങളെ കഴിഞ്ഞ ദിവസത്തെ വരവിലൂടെ നിരാശപ്പെടുത്തിയെങ്കിലും ഇനി വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഈ കേന്ദ്ര ബഡ്ജറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഹർഷൻ, തീർച്ചയായും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവട്ടെ. കേരളം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതൊക്കെ തന്നെയാണല്ലോ. പ്രത്യേകിച്ച് തലസ്ഥാന നഗരം, കേരളത്തിൻ്റെ തലസ്ഥാന നഗരം BJP ഭരണം പിടിച്ചെടുത്ത സാഹചര്യത്തിൽ തീർച്ചയായും ആ നിലയ്ക്ക് അതൊരു കവാടമായി കണ്ടുകൊണ്ട് കൂടുതൽ മുന്നേറണമെങ്കിൽ അങ്ങനെ കൂടുതൽ എന്തായിരിക്കും BJPയുടെ ഒരു ഭരണം എന്തായിരിക്കും എന്നത് കാണിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.